ശരിക്കും ഒന്നും കാണാതിരുന്നിടത്ത് ഒരു 3 ലൈൻ വരെ വായിക്കാൻ തക്കവണ്ണം പിന്നെ അതിന് വ്യത്യാസം വന്നു. അതുപോലെ എൻ്റെ പേര് ജോസഫ് പൗലോസ്. ഞാൻ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യം ഇവിടെ വന്നു ചേർന്ന് ഞങ്ങൾ നെറ്റിൽ കൂടി ഈ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് കണ്ടായിരുന്നു. എനിക്ക് ഞാനൊരു ഡയബറ്റിക് പേഴ്സണാണ്. കാരണം എൻ്റെ 40ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം 28 വർഷമാണ്. അങ്ങനെ ഞാനൊരു ചൈതന്യ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി ഞാൻ അവിടെ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഞരമ്പിന് ചെറിയൊരു വീക്ക്നെസ് വന്നിട്ടുണ്ട്, എന്നാൽ കാര്യമായ പ്രശ്നമില്ല. ഞാനിവിടെ വന്നത് എൻ്റെ കണ്ണിന് ദൂരക്കാഴ്ച തീരെ കുറവായിരുന്നു. തന്നെയല്ല കണ്ണിനകത്ത് ഇടയ്ക്ക് ചെറിയൊരു കരിയരിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വായിക്കുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്നാൽ ദൂരക്കാഴ്ച വളരെ ലിമിറ്റഡായിട്ട് എനിക്കുള്ളായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ അവിടെ എന്നെ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഞരമ്പിന് എന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ആ വീക്ക്നെസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സുദർശന അതിൽ ഞാൻ വന്നു. പ്രത്യേകിച്ച് ഗൂഗിളിൽ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്ന് ഒന്നേ ഉള്ളൂ, വീണ്ടും വേണം ആ കണ്ണിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ടിടത്തൊക്കെ പോയപ്പോഴൊന്നും ശരിയായ കണ്ണിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് അവർ മരുന്ന് ഒഴിക്കും, ഒന്നുകിൽ അവർ ഇഞ്ചക്ഷൻ എടുക്കും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടെ വന്നിട്ട് ആ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നു. ആദ്യം എൻ്റെ മോളെയും കൊണ്ടൊന്ന് വന്നിരുന്നു. മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഇത് കൂടി വന്നു. ഇതെന്താണ് എന്നറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം നെറ്റിൽ ഈ സുദർശനത്തിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. അതിന് പ്രകാരം ഞങ്ങൾ ഇവിടെ വന്നു, ഡോക്ടറെ ഒന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആദ്യം ഒരു 7 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കാമെങ്കിൽ നല്ല വ്യത്യാസത്തിന് വരും എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അന്നേരം മോക്ക് പഠിത്ത കാര്യമായതുകൊണ്ട് സമയമില്ലായിരുന്നു. ഒരു 5 ദിവസം ചെയ്തു. 5 ദിവസം ചെയ്തപ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം, ഒരു 1/2 പോയിൻറ്റിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞ ശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് വീണ്ടും എടുത്തപ്പോൾ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം അതിന് 2 കണ്ണിലും 2 പവറായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഒരേ പവറിൽ ഒരു 5 തോന്നി ഇപ്പോൾ കുഞ്ഞ് വെക്കുന്നുണ്ട്. വെച്ചിട്ട് ഇപ്പം കുഞ്ഞ് വായിക്കുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നൊന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഗൂഗിളൻ ഡോക്ടറെ ഒന്ന് വന്ന് കാണിക്കാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു, ഗൂഗിളൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ വരാമെങ്കിൽ ഒരു 8 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്ന വരികിൽ ആ ഞരമ്പിന് നല്ല വ്യത്യാസം ഉണ്ടാകും. എന്നാൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ മരുന്നൊന്ന് കഴിച്ച് തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് 1 മാസം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒന്ന് ചെക്ക് ചെയ്യിച്ചു. അപ്പോൾ അവിടെയും ഒരു സ്കാൻ ചെയ്തു. ആ റിപ്പോർട്ടും പഴയ റിപ്പോർട്ടുമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യാമെങ്കിൽ നല്ല വ്യത്യാസം വരുമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പം 68 വരെയുള്ളത് കാണാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഡോക്ടറുടെ ആ വാക്ക് വിശ്വസിച്ച് ഞാൻ വന്നു. 8 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇപ്പോൾ വളരെ വ്യത്യാസം എനിക്ക് വന്നു. പ്രത്യേകിച്ച് കണ്ണാടി വെച്ചുകൊണ്ട് എനിക്ക് വായിക്കാനായിട്ട് നല്ലോണം പറ്റുന്നുണ്ട്. പക്ഷെ കണ്ണാടി ഇല്ലാതെ വായിക്കാനായിട്ട് ദീർഘദൂരത്തിൽ ഒന്നും എനിക്ക് കാണാം, ബ്ലാങ്കായിട്ടാണ് ഞാൻ വന്നിരുന്നത്. എന്നാൽ ഇപ്പം ഇവിടെ വന്ന് ഈ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒന്നും കാണാതിരുന്നിടത്ത് ഒരു 3 ലൈൻ വരെ വായിക്കാൻ തക്കവണ്ണം, അത്ര വൃത്തി പോരാ എങ്കിൽ ഒരു 3 ലൈൻ വരെ വായിക്കാൻ തക്കവണ്ണം അതിന് വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ഗ്ലാസ് വെച്ചുകൊണ്ടാണെങ്കിലും ആദ്യം കഷ്ടി 1 ലൈനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഒരു 3 ലൈൻ 4 ലൈനൊക്കെ വായിക്കത്തക്കവണ്ണം ആയിട്ടുണ്ട്. എല്ലാം ഇവരുടെ ട്രീറ്റ്മെൻറ്റ്, ഇവരുടെ ആ കഠിനാധ്വാനം, ഇവരുടെ അവരുടെ ആ ശുശ്രൂഷയുടെ ആ ഒരു മാറ്റം അല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതിലൊക്കെ ഉപരിയായിട്ട് പിന്നെ ദൈവത്തിൻ്റെ ഒരു കൃപയോടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്രയും സാധിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പം കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് വീണ്ടും വന്ന് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് 1 മാസം കൂടെ മരുന്ന് കഴിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഞങ്ങൾ മോളെയും കൊണ്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിന്നെ അച്ചാനെയും കൊണ്ടും വന്നത്. നല്ല സഹകരണവും നല്ല സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു.